തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനത്തിനെതിരായ ഹർജി സുപ്രീം കോടതി തള്ളി. ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് ഈ ഹർജി തള്ളിയത്. തോട്ടപ്പള്ളിയിൽ നടക്കുന്നത് കരിമണൽ ഖനനമല്ല എന്നും മറിച്ച് തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണ്ണ് നീക്കം മാത്രമാണ് നടക്കുന്നതെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഹർജി സുപ്രീം കോടതി തള്ളുകയും ചെയ്തിരിക്കുന്നത്. KMMR-ലും അതുപോലെ തന്നെ IREയും ഈ തോട്ടപ്പള്ളിയിൽ നടത്തുന്ന ഖനനത്തിനെതിരായിട്ടായിരുന്നു ഹർജി ഉണ്ടായിരുന്നത്. ഈ ഹർജിക്കാർ പ്രധാനമായും പറഞ്ഞിരുന്ന കാര്യം ഈ ഖനനത്തിന് പ്രത്യേക അനുമതി ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ അവിടെ നിന്ന് മാറ്റുന്ന മണ്ണ് കിലോമീറ്ററുകളോളം അപ്പുറത്ത് കൊണ്ടുപോയി അത് സംസ്കരിച്ച് ഈ വിൽക്കുന്നുവെന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ സംസ്ഥാനം ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തോട്ടപ്പള്ളിയിൽ നടക്കുന്നത് ഖനനമല്ല, മറിച്ച് സ്പിൽവേയിൽ അടിഞ്ഞുകൂടുന്ന മണ്ണ് നീക്കം ചെയ്യുക മാത്രമാണ് എന്നതാണ്. MS സ്വാമിനാഥൻ കമ്മീഷൻ അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നും സംസ്ഥാനത്തിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ പല്ലവ് സിസോദിയയും സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശിയും സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് സുപ്രീം കോടതി ഈ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഈ ഖനനത്തിനെതിരായ ഹർജി തള്ളിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സുപ്രീം കോടതിയിൽ നിന്ന് ഇന്നൊരു സുപ്രധാനമായ നിരീക്ഷണവും ഉണ്ടായി. കാരണം ഹർജിക്കാർ നേരത്തെ പറഞ്ഞിരുന്നത് ഈ മണ്ണ് അവിടെ നിന്ന് മാറ്റി പുറത്തു കൊണ്ടുപോയി 30 കിലോമീറ്റർ അപ്പുറത്തൊക്കെ കൊണ്ടുപോയി ഫാക്ടറിയിൽ സംസ്കരിച്ച് വിൽക്കുന്നു എന്നതാണ്. എന്നാൽ കോടതി ഇന്ന് ചോദിച്ചത്, അങ്ങനെ മണ്ണ് മാറ്റി അത് വിറ്റ് സംസ്ഥാനത്തിന് കുറച്ച് പണം കിട്ടിയാൽ അതിലെന്താണ് തെറ്റ് എന്നാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇന്ന് ആരായുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശ്വാസമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇന്നുണ്ടായിരിക്കുന്ന ഈ നടപടി.